പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചാരത്തും ദൂരത്തുമായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൻ്റെ ചിന്തയുടെ ഹെഡിങ് നിങ്ങൾ കണ്ടല്ലോ. ആ ഹെഡിങ്ങിൽ നാം മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഹെഡിങ്ങിനെ ആസ്പദമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഗിലെയാദിൽ നിന്ന് തിശ്ബനായ ഒരു ഏലിയാബിനെ ദൈവം പ്രവചന ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കുകയാണ്. അതിശക്തമായ പ്രവചന ശുശ്രൂഷ നടത്തിയത് കേവലം ഒരു കുടിലിലോ ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ 10 സഭാവിശ്വാസികളുടെ ഇടയിലോ അല്ല, മറിച്ച് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആഹാബ് എന്ന് പറയുന്ന ആ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ആദ്യമായി ഏലിയാവ് പ്രവചന ശുശ്രൂഷയുമായി വരുന്നത്. ഇന്നത്തെ കാലഘട്ടമൊക്കെ ആണെങ്കിൽ ഒരു രാജകൊട്ടാരത്തിലൊക്കെ ചെന്ന് ഒരു രാജാവിനോട് ദൂതും പ്രവചനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ധാരാളം കയ്യടികളും കൈമണികളും കിട്ടാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഒട്ടുമുക്കാലും പൈസയുടെ പുറകെ മുഖം നോക്കിയും പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിച്ചും വളരെ ദ്രവ്യാഗ്രഹത്തോടുകൂടിയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രവാചകനെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യാതൊരുവിധമായ പ്രതിഫലേച്ഛയും ഇല്ലാതെ ദൈവം എന്താണോ പറഞ്ഞത് അത് പറയുവാനായിട്ട് ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ആ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള രാജാവിൻ്റെ മുഖത്ത് നോക്കി പ്രവചനം പറഞ്ഞ ഈ പ്രവാചകനെ ലഭിക്കപ്പെട്ട സമ്മാനം എന്താ? സമ്മാനം മറ്റൊന്നുമല്ല, അവനെയും ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റും എന്നുള്ള ഒരു വാക്കാണ് അവന് ലഭിക്കപ്പെട്ടത്. ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി തീർന്നില്ല, മരിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. മരണത്തെ ആഗ്രഹിച്ച് ഇനി സകലതും ഇവിടെ നിർത്തിവെച്ചിട്ട് ശുശ്രൂഷയും എല്ലാം നിർത്തിവെച്ചിട്ട് താൻ ഈ ലോകത്തോട് വിട പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഏലിയാവ്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത മരിക്കുവാൻ ആഗ്രഹിച്ച് മരണത്തെ കാത്തിരിക്കുന്ന, ഒന്നും കൂടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഒരു മുഴം കയറും അല്ലെങ്കിൽ അല്പം വിഷവും കലർത്തി കൊടുക്കുകയല്ല ദൈവം ചെയ്തത്. മരിക്കുവാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൻ്റെ ആ അവസാന നിമിഷങ്ങളെ പുൽകുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് കർത്താവ് ചെന്നിട്ട് കനലിൽ ചുട്ടയടയും തുരുത്തിയിലെ വെള്ളവും കൊടുത്തിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അതെ, മരണത്തെയാണോ നീ അഭിമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്നത്? ചില വാക്കുകളുടെ മുൻപാകെ തളർന്നുപോയ വ്യക്തിയാണോ? പലരും കൈവിട്ട ഒരു വ്യക്തിയാണോ? സമൂഹത്തിൽ ഇനി എനിക്ക് ഒരു ഉയർപ്പില്ല, സമൂഹത്തിൽ എനിക്ക് ഇനി ഒരു സ്ഥാനമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടേണ്ട. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ് എന്നാണ് അരുളിച്ചത്. ആത്മഹത്യയ്ക്ക് വേണ്ടി താല്പര്യപ്പെട്ട് മരണത്തെ മുഖാമുഖമായി കാണുവാൻ വളരെ ആഗ്രഹത്തോടിരിക്കുന്ന മനുഷ്യ, നിന്നോട് ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല നാഥനുണ്ട്. ആരൊക്കെ നിന്നെ തടഞ്ഞെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ കൈവിട്ടെന്ന് പറഞ്ഞാലും, പലരുടെയും കുത്തുവാക്കുകൾ കൊണ്ട്
ഒരു ശരം നിൻ്റെ ജീവിതത്തിൽ കുത്തിയിറക്കുന്നത് പോലെ വേദന അനുഭവിക്കുന്ന വ്യക്തിത്വമാണോ? നിരാശപ്പെടരുത്. സകല വിഷയത്തിനും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ നിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നീ ആരുമാകട്ടെ, എവിടെയുമാകട്ടെ, പക്ഷേ ജീവിതത്തിന് ഒരർത്ഥം തരുവാൻ, ജീവിതത്തെ കളർഫുള്ളാക്കുവാൻ, ജീവിതത്തെ മോടിയുള്ളതാക്കി മാറ്റാൻ, ഇതുവരെയും നാറ്റം വെച്ച അനുഭവത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ തലത്തിലേക്ക്, സുഗന്ധം വരുത്തുന്ന ഒരു തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ആകയാൽ മനം തിരിഞ്ഞ് ദൈവത്തിൻ്റെ പാദപിടത്തിലേക്ക് വരിക. നിനക്കൊരു നല്ല യാത്ര ദൈവം വെച്ചിട്ടുണ്ട്. ഏലിയാവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കനലിൽ ചുട്ടയടയും തുരുത്തിയിലെ വെള്ളവും കൊടുത്തിട്ട് ഹോരേബോളം അവനെ പറഞ്ഞു വിടുവാൻ ദൈവത്തിന് മനസ്സ് തോന്നിയെങ്കിൽ നിനക്കും നിൻ്റെ മുൻപിലും ഒരു യാത്ര ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം വിശ്വാസ കണ്ണൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ദൂത് ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലരുതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.